ഹായ് ഫ്രണ്ട്സ്, ബിൽഡക്ക സോബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെയുള്ള നമ്മുടെ വീഡിയോകൾക്കൊക്കെ നിങ്ങൾ നൽകിയ പിന്തുണക്ക് സ്പെഷ്യൽ താങ്ക്സ് ടു എവ്രി വൺ. ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടിക്കരയിൽ കടയാർ വിളകത്ത് സാബിർ നസറിൻ ദമ്പതികളുടെ വീടാണ് കാണിക്കുന്നത്. 2800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വീടാണ്. ഈ വീടിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. വീടിന്റെ വിശേഷങ്ങളിലേക്ക് പോകാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ പുറത്തുനിന്നുള്ള ഔട്ട്ലുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത് വളരെ മോഡേൺ ആയിട്ടുള്ളൊരു ഔട്ട്ലുക്കിലുള്ളൊരു വീടാണ്. വളരെ അങ്ങനത്തെ ഒരു ലുക്ക് ആൻഡ് ഫീലാണ് ഇതിനുള്ളത്. ഇതിന്റെ പുറത്തുനിന്നുള്ള അതിന്റെ ലുക്കിനെ സ്പെഷ്യലാക്കുന്ന 2 ഘടകങ്ങളുണ്ട്. ഒന്ന് അതിന്റെ സൈഡിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ടെക്സ്ചർ പാർട്ടാണ്. പിന്നെ ഒന്ന് അതിൽ കൊടുത്തിട്ടുള്ളൊരു ടൈലുണ്ട്, നമ്മളൊരു ബ്രിക്ക് ഫിനിഷിലുള്ള ടൈലുണ്ട്. അതൊരു ക്ലേ ടൈലാണ്. ലാമിറ്റിന്റെ വിയറ്റ്നാം ടെറാക്കോട്ട എന്ന് പറയുന്ന ഒരു സീരീസിൽ വരുന്ന ഒരു ക്ലേ ടൈലാണത്. ആ 2 ഭാഗത്താക്കിയിട്ട് ആ ടൈലും കൂടെ കൊടുത്തപ്പോഴാണ് അതിനൊരു ഭംഗി ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്കിതിന്റെ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കയറുന്ന സ്റ്റെപ്പ് തന്നെ ഗ്രാനൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്പ് മാത്രമല്ല, ഈ സൈഡിലേക്കുള്ളതിന്റെ ആ ഭാഗത്തൊക്കെ കൊടുത്തിട്ടുള്ള ഈ ഗ്രാനൈറ്റാണ്. അവിടെ ചെടിയൊക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഈ വിൻഡോക്ക് ഫ്രണ്ടിലാക്കി ചെടി കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാലാണ് ഇവിടുത്തെ സിറ്റ് ഔട്ടിലെ മെയിൻ ഫ്ലോർ ഉള്ളത്. ഈ സിറ്റ് ഔട്ടിലെ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് ബെൻഡ ലൈറ്റ് എന്ന് പറയുന്ന ഒരു 6x4 സൈസിൽ വരുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ടൈലാണ്. ഈ ടൈലിനാണ് ത്രൂ ഔട്ട് വീടിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അകത്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭംഗി കാണാൻ വേണ്ടി കഴിയും. വളരെ മനോഹരമായിട്ടുള്ള കുറെ ജാലി പരിപാടികളൊക്കെ ചെയ്തിട്ടാണ് ഇതിന്റെ മൊത്തത്തിൽ വർക്ക് ഉള്ളത്. ഭംഗിയുള്ളൊരു ഡോറുണ്ട്. ആ ഡോറിന്റെ മേലായിട്ട് മാഷാ അല്ലാഹ് എന്നൊക്കെ എഴുതിയിട്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീടിന്റെ അകത്ത് പോയിട്ട് വിശേഷങ്ങൾ നോക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പറയണത് വെച്ചാൽ ഈ വീടിന് അവർ പേര് നൽകിയിട്ടുള്ളത് നാസ് മഹൽ എന്നാണ്. നാസ് മഹൽ എന്നാണ് ഈ വീടിന്റെ പേര്. ഈ വീടിന്റെ പേരിന്റെ നെയിം ബോർഡ് വരാൻ പോകുന്നേ ഉള്ളൂ. എനിവേ, അപ്പൊ ഈ നാസ് മഹലിന്റെ വിശേഷങ്ങൾ നമുക്ക് അകത്ത് പോയിട്ട് നോക്കാം. ഇപ്പൊ നമ്മൾ ഈ വീടിന്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. വീടിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഞാൻ പുറത്ത് പറഞ്ഞില്ല, ഇതിനകത്ത് ത്രൂ ഔട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ആ ബ്രണ്ട ലൈറ്റ് എന്ന് പറയുന്ന 6x4 സൈസിൽ ഉള്ള ടൈലാണ്. ഈ ഒരു ടൈല് വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിരിച്ചോണ്ട് തന്നെ വീടിന്റെ അകത്ത് വല്ലാതെ സ്പേഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്. ആ ഒരു ലുക്ക് ആൻഡ് ഫീല് ഈ ഒരു ടൈലിന്റെ ഒറ്റ കാരണം കൊണ്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മുടെ അടുത്തുള്ള ഒരു സ്പെഷ്യൽ കളക്ഷൻ ആണ്. ഇനി ഇതിൽ കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു പൂള് കാണാം, ചെറിയൊരു പൂള്. ആ പൂളിനകത്ത് ക്രിസ്റ്റോന്റെ ഒരു 1x1 സൈസിലുള്ള പൂൾ ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൂളിന്റെ ഒരു സൈഡിലൊരു സ്റ്റോൺ കാണാം. അത് ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ സ്റ്റോൺ ആണ്. ലാമിറ്റിന്റെ ഒരു നാച്ചുറൽ സ്റ്റോൺ സീരീസിൽപ്പെട്ട ഒരു സ്റ്റോൺ ആണത്. പിന്നെ അതിന്റെ മറ്റേ വോളാണെങ്കിൽ നമ്മൾ നേരത്തെ മേലെ പുറത്ത് കാണിച്ച അതേ ലാമിറ്റിന്റെ വിയറ്റ്നാം ടെറാക്കോട്ട ഇതിലുള്ള ബ്രിക്ക് സൈസിലുള്ള ക്ലേ ടൈലാണുള്ളത്. ഇതൊക്കെ കൂടി വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫീലാണ് ഈ ഏരിയയിലുള്ളത്. അതിന്റെ ഒരു വാട്ടർ ഫ്ലോ ഉണ്ട് അവിടെ. ഇനി ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിലാണ് ഇതിന്റെ വീടിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ട് ഫർണിഷ് ചെയ്തിട്ടുള്ള ഏരിയ ആണിത്. നല്ല കോസി ആയിട്ടുള്ള സീറ്റിംഗ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സൈഡിൽ അതിന്റെ TV പാനലാണ്. TV പാനൽ ആ ഒരു വാള് മൊത്തം വളരെ മനോഹരമായിട്ട് പാനലിങ് ചെയ്തിട്ടുണ്ട്. നല്ല കർട്ടൻസ് ഒക്കെ ഇട്ടത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയ ആണിത്. ഇതിൽ നന്നായി ഫർണിഷ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലിവിംഗ് ഏരിയ. ഇപ്പൊ ആ ലിവിംഗ് ഏരിയ കഴിഞ്ഞ് നേരെ ഫ്രണ്ടിലേക്ക് വന്നാൽ നമുക്ക് ലിവിംഗ് ഏരിയയുടെ അതേ സൈഡിൽ തന്നെ നമുക്ക് മേലേക്കുള്ള സ്റ്റെയർസ് കാണാം. അവിടുന്ന് നേരെ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പേർഷ്യൻ സ്റ്റൈലിലുള്ള ജാലി കട്ടിങ് ഒക്കെ ചെയ്തിട്ടുള്ള ഡോറ് കാണാം. അതിനകത്ത് ഇവിടുത്തെ പ്രയർ ഏരിയയാണ്, പ്രയർ റൂമാണ്, ചെറിയൊരു പ്രയർ റൂമാണിത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു ആന്റിക് ലുക്ക് ആൻഡ് ഫീൽ ഉള്ളൊരു വാൾ ക്ലോക്ക് കാണാം. വീണ്ടും നേരെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് എത്തി. ഡൈനിങ് ഏരിയ വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഡൈനിങ് ഏരിയയാണ്. ഈ ഡൈനിങ് ഏരിയയിൽ ഒരു ടൈൽ ടോപ്പിംഗ് കൊടുത്തിട്ടുള്ളൊരു ഡൈനിങ് ടേബിൾ ഉണ്ട്, മനോഹരമായ ചെയർസ് ഉണ്ട്. പിന്നെ അതിന്റെ ഒരു സൈഡിലേക്ക് ഒരു ഡോർ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഒരു കർട്ടൻ ഉണ്ട്. ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഒരു ഡോർ ഉണ്ട്. ഇത് ശരിക്കും പുറത്തേക്കുള്ള ഒരു ഓപ്പണിംഗ് ആണ്. ഇത് അവിടുത്തെ സിറ്റ് ഔട്ടിൽ നിന്ന് ആ പോകുന്ന യാർഡിന്റെ മറ്റേ സൈഡിൽ കൂടെ വന്നാൽ കിട്ടുന്ന ഭാഗമാണിത്. പുറത്തേക്കുള്ള ഓപ്പണിംഗ് ആണിത്. പിന്നെ ഈ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വാഷ് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്പെഷ്യലായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സ്പെഷ്യൽ മൊറോക്കൻ ടൈല് കൊടുത്തിട്ടുണ്ട് വാഷ് ഏരിയ. അത് ഇല്ലാത്തൊരു ലുക്ക് ആ ഭാഗത്തിന് കൊടുക്കുന്നുണ്ട്. അതൊരു മൊറോക്കൻ ഷുഗർ എന്ന് പറയുന്ന സീരീസിൽപ്പെട്ടൊരു മൊറോക്കൻ ടൈലാണത്. ഇതാണ് ഈ വീട്ടിലെ കിച്ചൺ. കിച്ചൺ എന്ന് പറയുമ്പോൾ വളരെ വെൽ ഫേർണിഷ്ഡ് ആയിട്ടുള്ള ഒരു കിച്ചണാണിത്. വളരെ ഭംഗിയായിട്ട് അതിന്റെ ഈ കിച്ചൺ കബോർഡ്സ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുള്ള ഗ്രാനൈറ്റ് ആണ്. പിന്നെ ഇവിടെ ഹൂട്ടീക്കിന്റെ ഒരു വലിയ ബൗളുള്ള സിങ്കാണ്, കിച്ചൺ സിങ്കാണ് കൊടുത്തിട്ടുള്ളത്. വളരെ സൗകര്യപ്രദമായിട്ടുള്ളൊരു കിച്ചൺ സിങ്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ടൈൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ
4x2 സൈസിലുള്ള ഒരു ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരേ ഡിസൈൻ ടൈലിന്റെ മാറ്റ് ഫിനിഷ് ഫ്ലോറിലും അതുപോലെ തന്നെ അതിന്റെ ഗ്ലോസി ഫിനിഷ് വാളിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ കിച്ചൺ കൗണ്ടർ ടോപ്പിന്റെ മേലെ വരുന്ന ഈ ഭാഗത്താണ് 1x1 സൈസിലുള്ള മൊറോക്കൻ ഡിസൈനിലുള്ള ഒരു സ്പെഷ്യൽ ടൈല് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഓൾ ടുഗദർ വളരെ മനോഹരമായിട്ടൊരു കിച്ചണാണിത്. അപ്പോൾ നമ്മൾ ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിലുള്ളത്, ഈ ബെഡ്റൂമുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് മൊത്തത്തിൽ കണ്ടിട്ടുള്ള ഇന്റീരിയറിന്റെ അതേ ഒരു വൈബ് പിടിച്ചുകൊണ്ടാണ് ഇന്റീരിയർ ബെഡ്റൂമിലൊക്കെ ചെയ്തിട്ടുള്ളത്. വളരെ ഡീസെന്റ് ആയിട്ടുള്ള, വളരെ മിനിമലായിട്ടുള്ള, ഏറ്റവും ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. എല്ലാ റൂമുകളും നോക്കൂ. ഇനി ഈ വീട്ടിലെ ബാത്റൂമുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ, ബാത്റൂമുകളെല്ലാം വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം 4x2 സൈസിലുള്ള വേറെ വേറെ ഡിസൈനിലുള്ള വേറെ വേറെ പാറ്റേണിലുള്ള ടൈൽസ് വെച്ചിട്ട് അതിന്റെ കോമ്പിനേഷൻ ഡിസൈൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം മനോഹരമാക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് പാരിവെയറിന്റെ അതുപോലെ തന്നെ വെൽവിറ്റിന്റെ സാനിറ്ററി ഐറ്റംസ് ആണ്. പാരിവെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ബ്രാൻഡാണ്. വെൽവിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ബ്രാൻഡാണ്. വെൽവിറ്റിൽ ഇമ്പോർട്ടഡും ഇന്ത്യനും ആയിട്ടുള്ള സാനിറ്ററി വെയർസിന്റെ ഐറ്റംസ് വരുന്നുണ്ട്. വളരെ ഹ്യൂജ് കളക്ഷൻ വരുന്നുണ്ട് വെൽവെറ്റിൽ. അപ്പൊ വെൽവെറ്റിന്റെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കെറോവിറ്റിന്റെ ഫിറ്റിംഗ്സും ആണ് ഇവിടെ ബാത്റൂമുകളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിന്റെ സ്റ്റെയർ കയറിയിട്ട് മേലത്തെ ഫ്ലോറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഹാൻഡ് റെയിലൊക്കെ ഒരു GI ചെയ്തിട്ട് വുഡൻ ഫിനിഷിൽ പെയിന്റ് ഒക്കെ ചെയ്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു റൗണ്ട് വിൻഡോ കാണാം. അത് വളരെ ഓപ്പൺ ആയിട്ടുള്ള വിൻഡോ ആണ്. കൂടെ കാറ്റും വെളിച്ചൊക്കെ നന്നായി കിടക്കും. ഇനി ഞാൻ നിൽക്കുന്ന നേരെ ബാക്കിലും ഫുൾ ഏരിയ ഒരു വിൻഡോ ആണ്. അതിനകത്ത് വെളിച്ചത്തിന്റെ ഒരു കുറവുണ്ടാവില്ല. കയറി വന്നാൽ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ഒരു ജാലിയാണത്. അതിലും ഈ പറഞ്ഞ പോലെ ഉള്ളിലേക്ക് ലൈറ്റും വെളിച്ചം വരുന്ന ഒരു സെറ്റപ്പാണിത്. ഇനി നേരെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ, ഇവിടുന്ന് സ്റ്റെപ്പ് കയറി വന്ന് നേരെ റൈറ്റിലേക്ക് തിരിഞ്ഞ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലൊരു ഡോർ കാണാം. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഈ വീട്ടിലത്തെ ഒരു സെക്കൻഡ് ഒരു ബാൽക്കണിയാണ്. ഫസ്റ്റ് ബാൽക്കണി അവിടെ ഞാൻ കാണിക്കാം. ഈ സെക്കൻഡ് ബാൽക്കണി പറഞ്ഞാൽ ചെറിയൊരു ഏരിയ ആണ്. ഇതൊരു വുഡൻ ടൈലൊക്കെ താഴെ കൊടുത്തിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ബാൽക്കണിയാണിത്. ഇവിടെ സീറ്റൊക്കെ ഇട്ടിട്ട് വളരെ മനോഹരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഏരിയ ആണിത്. ഇനി അത് കഴിഞ്ഞ് നേരെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഈ മേലത്തെ ഒരു റൂമിന്റെ ഡോറ് കാണാം. പിന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഒരു ഡബിൾ ഹൈറ്റ് വരുന്ന ഒരു ഓപ്പൺ ഏരിയ ആണ് വരുന്നത്. ഒരു ബാൽക്കണി പോലത്തെ ഏരിയ ആണ് വരുന്നത്. താഴത്തുള്ള ഡൈനിങ് ഏരിയയിലേക്കുള്ള ഒരു വ്യൂ ഇവിടുന്ന് കിട്ടും. വളരെ മനോഹരമായിട്ടുള്ള സെറ്റപ്പാണിത്. ഇനി ഇവിടുന്ന് നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ 2 റൂമുകളുണ്ട്. അതിന് പുറമെ പുറത്തേക്കുള്ളൊരു രസകരമായിട്ടുള്ള ബാൽക്കണി ഉണ്ട്. അതാണ് ഈ മേലത്തെ ഫ്ലോറിലുള്ളത്. ഇപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇതിലെ ഫസ്റ്റ് ബാൽക്കണി ഏരിയ എന്ന് പറയുന്നത്. ഇത് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ സിറ്റ് ഔട്ട് ഏരിയ കൊടുത്തിട്ടുള്ളത് ഉള്ളിലുള്ള അതേ 6x4 സൈസിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് കണ്ട് ഓപ്പൺ ടെറസ് ഏരിയക്ക് കടന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡാർക്ക് ഫിനിഷിലുള്ള മാറ്റ് ഫിനിഷിലുള്ള ഒരു 4x2 ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഈ വാളിൽ നമ്മൾ താഴ്ത്തുന്നൊക്കെ പറഞ്ഞ അതേ ക്ലേ ബ്രിക്സ് ഡിസൈനിലുള്ള ആ ഒരു ക്ലേ ടൈല് കിട്ടും. ലാമിറ്റിന്റെ മറ്റേ വിയറ്റ്നാം ടെറാക്കോട്ട എന്ന് പറഞ്ഞ ഫിനിഷിലുള്ള ആ ടൈല് ഇവിടെ കാണാം. പിന്നെ അതിന്റെ മേലെ ഈ ഒരു മേലെ ഇരിപ്പിടം വളരെ വിശാലമായ ഒരു ഇരിപ്പിടാണിത്. ഇവിടെ ആണെങ്കിൽ 4x2 സൈസിലുള്ള വുഡൻ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഈവനിംഗ് ഒക്കെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ കിടിലൻ ഏരിയ. ഇപ്പൊ നമ്മൾ ഈ നാസ് മഹലിലെ ഗൃഹനാഥ നസ്രീന്റെ കൂടെയുള്ളത്, അതായത് സാബിർ ഭായിന്റെ വൈഫ് നസ്രീന്റെ കൂടെയുള്ളത്. ഹായ്. എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. കാരണം വളരെ മനോഹരമായിട്ടുള്ള വീടാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. 2800 സ്ക്വയർ ഫീറ്റിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ കോൺസെപ്റ്റുകൾ കൊടുത്ത് വളരെ മനോഹരമായ വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. കൺഗ്രാജുലേഷൻ. താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് സ്പെഷ്യലായിട്ട് താങ്ക്സ് നിങ്ങൾ എടുത്ത് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ടൈൽസ്, സാനിറ്ററി വെയർസ്, അതുപോലെ തന്നെ ഫിറ്റിംഗ്സ് ഒക്കെ സപ്ലൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നു. അതിന് സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ എന്തായിരുന്നു നമ്മളോട് നിന്നുള്ള ഈ ടൈൽസ്, സാനിറ്ററി വെയർ പർച്ചേസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾ എങ്ങനെയാണ് എത്തിയത്, എന്തൊക്കെ വാങ്ങിച്ച്, എങ്ങനെയൊക്കെയായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് വിശദമാക്കാം. കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ വന്നപ്പോൾ നമ്മൾ കൂടുതലും പാനിക്കായത് ടൈൽസ്, ബാത്റൂം ഫിറ്റിങ്സ് ആ ഒരു കാറ്റഗറി ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്താ സെലക്ട് ചെയ്യേണ്ടത്, എന്തെടുക്കണം എന്നുള്ളൊരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് എവിടെ നിന്ന് എടുക്കണം എന്നുള്ളൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ നിയർ ബൈ നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് ചങ്ങരംകുളത്ത് ബിൽഡക്കോർ, അവിടെ നല്ല നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കി. വിസിറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു നമ്മൾ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആയി. അവിടെ കുറേ അധികം ടൈപ്സും വെറൈറ്റീസ് ഓഫ് ബാത്റൂം ഫിറ്റിങ്സും എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഒരു കുടക്കീഴിലെല്ലാം ഉണ്ടായിരുന്നു. വീട് പണി നടക്കുമ്പോൾ അവർക്ക് ഏറ്റവും പർച്ചേസ് ചെയ്യാനായിട്ട് ടൈൽസ്, ബാത്റൂം ഫിറ്റിങ്സ്, അങ്ങനത്തെ അക്സസറീസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് ആണ്
ബെൽഡക്കോർ ചങ്ങരംകുളം. അപ്പോൾ എല്ലാവരും അവിടെ തന്നെ ചൂസ് ചെയ്യുക. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയി. നല്ലൊരു തന്നെയായിരുന്നു അവിടെ കിട്ടിയത്. നല്ലൊരു അറ്റ്മോസ്ഫിയർ എല്ലാം ഉണ്ടായിരുന്നു അവിടെ. എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായിരുന്നു അവിടെ പ്രൊവൈഡ് ചെയ്തത് അവർ. എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ, എനിവേ എന്തായാലും ഞങ്ങൾക്ക് 2 താങ്ക്സ് ആണ്. ഒന്ന്, ഞങ്ങൾക്ക് ഇവിടെ ഈ പ്രോഡക്ട്സ് സപ്ലൈ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി തന്നതിനുള്ള താങ്ക്സ്. അതോടൊപ്പം തന്നെ ഞങ്ങളെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞതിനുള്ള സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ. വീട്ടുകാരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുന്ന കരുതാണ്. നമ്മളെ സാബിർ ഭായ് ട്രാവൽ ബിസിനസ് രംഗത്ത് ആണുള്ളത്. കൊച്ചി ബേസ്ഡായിട്ടാണ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നസറിനാണെങ്കിൽ MBA ഹോൾഡറാണ്. പിന്നീട് ബിസിനസ്സിലേക്ക് ഇറങ്ങാനൊക്കെ ഉള്ള വലിയ പ്ലാനുകളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന കരുതാണ്. മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് അധികം വൈകാതെ കാണാം. അതുവരേക്കും ബൈ ബൈ.